DreamBakes Delights ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേക്കുകൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഫോണ്ടന്റ് കൊണ്ടൊക്കെ നമ്മൾ കേക്ക് കവർ ചെയ്യുമ്പോൾ അതിലൊരു ഷാർപ്പ് എഡ്ജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ കേക്കിന് അത്ര ഒന്നും ഭംഗി ഉണ്ടാകത്തില്ല അല്ലേ. ഫോണ്ടൻ കവറായിട്ടുള്ള കേക്കുകൾ ചെയ്യുമ്പോൾ അതിന് ഷാർപ്പ് എഡ്ജ് കിട്ടി നല്ലൊരു ഫിനിഷിങ് ലുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് ഗനാഷ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗനാഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഷാർപ്പ് എഡ്ജിൽ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഗനാഷ് ചെയ്താൽ ആ കേക്കിനെ നമ്മൾ ഫോണ്ടന്റ് കവർ ചെയ്യുമ്പോൾ ഈ ഷാർപ്പ് എഡ്ജ് കിട്ടാനും നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടാനും ഒക്കെ നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത് കേക്കിനെ ലെയർ ചെയ്ത് ഗനാഷ് ചെയ്യുമ്പോൾ തന്നെയാണ്. പക്ഷെ പലർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഗനാഷ് ചെയ്യുമ്പോൾ സ്മൂത്ത് ഫിനിഷും ഷാർപ്പ് എഡ്ജും ഒക്കെ കിട്ടുക എന്നുള്ളത്. അതിന് പലരും പല മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് ഷാർപ്പ് എഡ്ജ് കിട്ടാനായിട്ട്. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്, പക്ഷെ എന്നാലും എനിക്ക് 100% ഉറപ്പാണ് നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഷാർപ്പ് എഡ്ജുള്ള കേക്കുകൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഒരു ബട്ടർ പേപ്പറാണ്, അല്ലെങ്കിൽ വാക്സ് പേപ്പർ. അതിൽ നമ്മൾ ഏത് സൈസിലുള്ള കേക്കാണ് ഗനാഷ് ചെയ്യാൻ പോകുന്നത് ആ സൈസിലുള്ള, അതായത് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 6 ഇഞ്ച് റൗണ്ട് കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 6 ഇഞ്ച് റൗണ്ട് ബോൾ വെച്ചിട്ട് ഞാൻ അതിനെ ഒന്ന് ഒരു പെൻ വെച്ചിട്ട് അതിനൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കറക്റ്റ് റൗണ്ട്. പേനായുടെ ഇങ്കോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ആ മാർക്കിങ്ങോ ഒന്നും നമ്മുടെ കേക്കിൽ ടച്ച് ചെയ്യാതിരിക്കാനായിട്ട് ഈ പേപ്പറിനെ ഞാൻ തിരിച്ചിടുമ്പോഴും നമുക്ക് ആ റൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഗനാഷ് പ്രിപ്പറേഷൻ്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒത്തിരി ലെങ്തി ആയി പോകുന്നതുകൊണ്ട്. അപ്പോൾ ഗനാഷ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറൊന്നായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ഈ റൗണ്ടിലേക്ക് കുറച്ച് ഗനാഷ് എടുത്ത് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് കുറച്ച് ഗനാഷ് വെച്ച് ഞാൻ ഈ പേപ്പറിനെ തന്നെ ഈ കേക്ക് ബോർഡിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സ്പ്രെഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ആ വരച്ചിരിക്കുന്ന വട്ടത്തിനകത്ത് തന്നെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഇതൊരു ബേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എങ്കിലും ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് ഭാഗമായിട്ടാണ് ഈ പോർഷൻ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ റൗണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഗനാഷ് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ചെയ്യുന്നത് കേക്കിൻ്റെ ഏറ്റവും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഭാഗം, നമ്മൾ ബേക്ക് ചെയ്തെടുത്ത കേക്കിൻ്റെ ബേസ് ആയിട്ട് വരുന്ന ആ ഭാഗമുണ്ടല്ലോ, ശരിക്കും നല്ല ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ആ പീസാണ് ഞാൻ ഇതുപോലെ തിരിച്ചു വെക്കുന്നത്. എന്നിട്ട് അതിന് നമ്മൾ കൊടുക്കേണ്ട ഫീലിങ്ങുകൾ ഒക്കെ കൊടുത്ത് ക്രീമൊക്കെ ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലെയർ ബൈ ലെയർ ആയിട്ട് ഐസിങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഐസിങ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ പുറത്തേക്കൊന്നും ചാടിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ആ കേക്കിന് റൗണ്ടിനുള്ളിൽ കറക്റ്റ് വരുന്നത് പോലെ തന്നെ ക്രീം ചെയ്യാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ഐസിങ് ചെയ്ത് നമ്മുടെ കേക്കിനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ നമ്മൾ സെറ്റ് ചെയ്ത കേക്ക് ഒന്ന് ലെവലാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്ക്രേപ്പർ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. അപ്പോൾ എനിക്കിത് ലെവലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അല്ല കുറച്ചൊക്കെ തള്ളിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇതിനൊരു സപ്പോർട്ടായിട്ട് ഞാനൊരു സ്ട്രോ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഗനാഷ് ഉപയോഗിച്ച് തന്നെ ഇതിനെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുക്കുന്നു. അപ്പോൾ ആദ്യം നന്നായിട്ടത് ആദ്യം കുറച്ച് ഗനാഷിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ല ലെവലാക്കിയതിന് ശേഷം ഞാൻ ഈ 6 ഇഞ്ച് റൗണ്ടിലുള്ള, അതായത് നമ്മുടെ കേക്കിൻ്റെ സൈസ് ഏതാണോ ആ സെയിം സൈസിലുള്ള ഒരു ബോർഡ് ഇതിലേക്ക് ഇതുപോലെ തിരിച്ചു വെക്കുന്നു. അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിച്ചു വെക്കുന്നു. അതിൻ്റെ നല്ല ഭാഗം കേക്കിൽ ടച്ച് ചെയ്യുന്ന പോലെ വെക്കുന്നു. ഇനി ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് അതിനെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഗനാഷെല്ലാം ഈ കേക്കിൻ്റെ സൈഡിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഗനാഷ് കുറച്ച് അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊരു ബൾജിങ് ഉണ്ടെന്ന്. ഇവിടെയൊക്കെ ഒരു ബൾജിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഗനാഷ് ഒന്ന് പതുക്കെ മാറ്റിയിട്ട് ഞാൻ ചെറിയൊരു നൈഫ് ഉപയോഗിച്ച് ആ ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ്. ഇത് നമ്മൾ ഗനാഷ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അന്നേരം ചെയ്തിട്ട് അപ്പോഴും നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കേക്കിനെ ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ.
അപ്പം അങ്ങനെ കുറച്ച് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഇത് ഭയങ്കര ഡാമേജ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പിന്നെ ഗനാഷ് അപ്ലൈ ചെയ്ത് ഇതിനെ നല്ല സ്മൂത്ത് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ബൾജിങ്ങും നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഫുള്ള് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഒരു ഇതുപോലത്തെ ലോങ് സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്മൂത്ത് ഫിനിഷിങ്ങിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രയും നല്ല ഫിനിഷിങ്ങിൽ അതിനെ സ്മൂത്ത് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ തന്നെ കേക്കിനെ ഒരു മിനിമം 6 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചെടുത്തിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ തിരിച്ച് വെക്കുകയാണ്, അപ്സൈഡ് ഡൗൺ ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ കേക്കിൻ്റെ മോൾ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഉള്ള കേക്കിൻ്റെ താഴ്ഭാഗമായിട്ട് വെക്കണം, അതായത് തിരിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ബോർഡിലാണോ കേക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബോർഡ് തന്നെ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് അതിൽ ഇതുപോലെ കുറച്ചൊരു സ്റ്റിക്ക് ചെയ്യാൻ മാത്രം കുറച്ചൊരു ഗനാഷ് തൂത്തിട്ട് ഇതുപോലെ 2 കൈയും കൂടെ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് തിരിച്ച് എടുക്കാം. ഇനി പതുക്കെ സൂക്ഷിച്ച് ഈ ആദ്യത്തെ ആ ബോർഡ് പതുക്കെ എടുത്ത് മാറ്റുക. അതിനുശേഷം നമുക്ക് ആ ബട്ടർ പേപ്പർ ഉണ്ട്, ആ ബട്ടർ പേപ്പർ ഇതുപോലെ തന്നെ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ പീൽ ഓഫ് ചെയ്തെടുക്കുന്നത് പോലെ സൂക്ഷിച്ച് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വലിച്ചിട്ട് ചിലപ്പോൾ ഗനാഷ് സൈഡ് ഇങ്ങനെ പറഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് അത് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ എത്ര ഈവനായിട്ട് ചെയ്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് 1-2 എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ എഡ്ജും ഒന്നും കറക്റ്റ് ഗനാഷ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ഇതിനെ ഗനാഷ് വെച്ച് കവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ എത്തിക്കുക. അപ്പോൾ ഗനാഷ് ഇടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഗനാഷ് തിക്കായി പോകും. അങ്ങനെ വരുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് മൈക്രോവേവ് ചെയ്യുക. 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഒന്ന് മൈക്രോവേവ് ചെയ്താലും അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്താലും നമ്മുടെ ഗനാഷ് ലൂസായിട്ട് വരുമല്ലോ. അപ്പോൾ ഇതുപോലെ ലൂസാക്കിയിട്ട് കുറച്ച് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ കേക്കിനെ കവർ ചെയ്തെടുക്കുക. സൈഡും എല്ലാം കവർ ചെയ്ത് ഇത് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്തേ മതിയാവും. ഇനി നമ്മൾ കുറച്ച് നേരം 1-2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക സെറ്റ് ചെയ്യാനായിട്ട്. ഇനി ഫൈനൽ ആയിട്ട് നമ്മളൊരു സ്മൂത്തനിങ് ചെയ്യുന്നുണ്ട്. ആ സ്മൂത്തനിങ്ങിന് വേണ്ടി ഞാൻ ഒരു കപ്പിൽ നിറയെ നല്ല തിളച്ച വെള്ളം എടുത്തേക്കാണ്. ഈ വെള്ളത്തിൽ എൻ്റെ സ്പാറ്റുലാസ് എല്ലാം ഞാൻ ഇട്ട് വെച്ചേക്കുന്നു. അപ്പം ഈ സ്റ്റീലിൻ്റെ സ്പാറ്റുല നന്നായിട്ട് ചൂടായിട്ടിരിക്കും. ഇനി അതിനെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ട് നമുക്കിതുപോലെ എല്ലാ ഭാഗത്തേക്കും ഈ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്നുകൂടെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല കവർ ചെയ്ത് വരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് നമ്മുടെ ഗനാഷിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫോണ്ടന്റ് വെച്ച് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഷാർപ്പ് എഡ്ജിൽ ഗനാഷ് ചെയ്തൊരു കേക്ക് ആണെങ്കിൽ നമ്മൾ ഫോണ്ടന്റ് കവർ ചെയ്യുമ്പോഴും നമുക്ക് ആ ഷാർപ്പ് എഡ്ജ് കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ ബുദ്ധിമുട്ടിന് വരും. പിന്നെ കേർവ്ഡ് ആയിട്ടുള്ള എഡ്ജ് വന്നാൽ കേക്കിന് അത്രയും ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല. ഈ മെത്തേഡ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? പക്ഷേങ്കിൽ ഒറ്റ പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഒത്തിരി മെത്തേഡുകൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സെയിം എന്തോസ്റ്റോട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കല്ലേ. ഇനിയും പുതിയ കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ആയിട്ടും ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടും ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.